അപ്പോൾ നമസ്കാരം സുജിത ചേച്ചി. നമസ്കാരം. സുഖമായിരിക്കണോ? സുഖമായിരിക്കുന്നു. അപ്പം നമസ്കാരം പ്രേക്ഷകരെ, രാജേഷ് ആലത്തൂരാണ്. ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് വയനാടാണ്. ഒരു ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഒരു വലിയൊരു കലാകാരി കേട്ടോ, കേരളമല്ല ഇന്ത്യ അറിയപ്പെടുന്ന ഒരു കലാകാരി ആകേണ്ട ഒരു ചേച്ചിയാണ്. കാരണം 350 പാട്ടുകൾ രചിച്ചൊരു കലാകാരിയാണ്. അതുകൂടാതെ തന്നെ 40ഓളം ആൽബങ്ങൾക്ക് ആൽബങ്ങൾ ചെയ്തിട്ടുള്ളൊരു ചേച്ചിയാണ്. അതുകൂടാതെ തന്നെ എല്ലാ വേദികളിലും നാടൻ പാട്ടും മറ്റു കലാരൂപങ്ങളും പ്രവർത്തിക്കുന്ന ഒരു ചേച്ചിയാണ്. അത് വയനാട്ടിൽ ജനിച്ചു വളർന്ന നമ്മുടെ ഒരു കലാകാരി നമുക്കൊന്ന് പരിചയപ്പെടാം. സുജിത ഉണ്ണികൃഷ്ണൻ അല്ലേ? നമസ്കാരം. സുഖമായിരിക്കണോ? എന്താണ് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ? ഞാൻ ഗാനരചന, സംഗീത സംവിധാനം, പാട്ട്, അഭിനയമാണ് അല്ലേ? നമുക്ക് ട്രൂപ്പൊക്കെ ഉണ്ടല്ലോ അല്ലേ? ട്രൂപ്പുണ്ട്. തിറയാട്ടം, നാടൻപാട്ട്. ഇത്തിരി അടുത്ത് വന്നോളൂ ചേച്ചി. തിറയാട്ടം, നാടൻപാട്ട്, പഠനകലാ സമിതി. ആ ട്രൂപ്പിൽ എത്ര അംഗങ്ങളുണ്ട്? ഞങ്ങൾ 24 പേരുണ്ട്. 24 പേരുണ്ട്. കേരളത്തിലെ വിവിധ ജില്ലകളിലും എല്ലാ ഭാഗങ്ങളിലും ഈ പ്രോഗ്രാം അവതരിപ്പിക്കാറുണ്ട് അല്ലേ? എന്താണ് വേറെ ജോലി എന്തും ചെയ്യുന്നുണ്ടോ? ഞാൻ ഹെൽത്ത് സെൻ്ററിൽ ആശാവർക്കറായിട്ട് പോകുന്നുണ്ട് അല്ലേ? അതിൽ കൂടെ കലാരംഗം എത്ര കാലമായി? കലാരംഗത്ത് ഇപ്പോൾ സജീവമായിട്ട് നിൽക്കുന്ന 27 വർഷം അല്ലേ? അതിൽ 350ഓളം ഗാനങ്ങൾ രചിക്കാൻ പറ്റി. 27 ഗാനങ്ങൾ രചിച്ചു. 40ഓളം ആൽബങ്ങൾ ഇറക്കി. പിന്നെ ഇതിപ്പോൾ 4ാമത്തെ സിനിമയാണ് ഇപ്പോൾ ചെയ്യുന്നത്. 4ാമത്തെ സിനിമയും കൂടിയാണ്. ഈ കരിമി എന്ന് പറയുന്ന സിനിമയിൽ ഗാനരചന ചേച്ചിയുടെയാണ്. ചേച്ചി തന്നെയാണ് അതിലൊരു പാടിയിട്ടുള്ളത്. വളരെ സന്തോഷം ചേച്ചി. ചേച്ചിയെ പോലെയുള്ള ഒരു കലാകാരിയെ കാണാൻ പറ്റിയതിൽ അതിയായ സന്തോഷവും സ്നേഹവുമുണ്ട്. എത്ര പാട്ടുകൾ രചിച്ചു എന്നാ പറഞ്ഞത്? ഞാനിപ്പോൾ 350. അതിൽ പിന്നെ ഏറെ ഹിറ്റായതാണ് കറുകറുത്തവളെ കരിനീലക്കള്ളാളെ കാത്തു നിന്നെ കാൽ കുഴഞ്ഞടി പൊന്നാരേ കണ്ട നാളു തൊട്ടു നിന്നെ നെഞ്ചിലേറ്റി ഞാൻ താരകമായി കരുതി നിന്നെ സ്വന്തമാക്കിടാം. ഈ പാട്ടാണ് ഇപ്പോൾ 22 മില്യൺ ആയിട്ട്. ആൽബത്തിന്റെ പേരെന്താ? അത് കറുത്തമുത്ത്. കറുകറുത്തവളെ കേട്ടോ. കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഹിറ്റായ ഒരു ആൽബത്തിന്റെ രചയിതാവാട്ടോ. ആ രചയിതാവാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. ഹിറ്റായ ആൽബങ്ങൾ അങ്ങനെ 40 ആൽബങ്ങൾക്ക് മുകളിൽ രചനയും സംഗീതവും പാടിയിട്ടുണ്ട് അല്ലേ? പാടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഷിജു വെങ്കിടങ്ങ് പാടി അഭിനയിച്ച നിന്നെയും കാത്ത്. അതിൽ ഞാനൊരു നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ടായാലും എൻ്റെ ഒരു അനിയത്തിയാണ് അതിൽ നായികയായിട്ട് അഭിനയിച്ച്. ചേച്ചി, കല കൊണ്ട് എന്താണ് ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുള്ളത്? കല കൊണ്ട് നമ്മുടെ മാനസിക പ്രശ്നങ്ങളെല്ലാം നമുക്ക് തരണം ചെയ്തു പോകാൻ പറ്റും. പിന്നെ ഞാൻ ഹാപ്പിയാണ്. ആശാ വർക്ക് ഉള്ളത് കൊണ്ട് കഞ്ഞി കുടിച്ച് പോകും അല്ലേ? ഈ ഇത്രയും രചനകൾ എല്ലാം ചെയ്തിട്ടും സാമ്പത്തിക അടിത്തറ നമുക്ക് പാകാൻ പറ്റിയോ? സാമ്പത്തികം നമുക്ക് ആദ്യമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പം നമുക്ക് കരിമീ സിനിമയിൽ സാറൊക്കെ നല്ല പൈസ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം കിട്ടുന്ന വർക്കുകൾക്ക് അത്യാവശ്യം സാമ്പത്തികം നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ സുജിത ഉണ്ണികൃഷ്ണൻ വയനാട്ടുകാരിയാണ്. എനിക്ക് മലയാളികളോട് പ്രത്യേകം പറയാനുള്ളതും ഈ സുജിത ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന കലാകാരിയെ എത്ര പേർക്ക് അറിയാമെന്ന് ചോദിച്ചാൽ കുറച്ച് പേർക്ക് മാത്രം അറിയുന്നുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഒരു 350ഓളം രചനകൾ ചെയ്തിട്ടുള്ള ഒരു കലാകാരി, ഇവിടെ ഒരു പാട്ട് എഴുതിയ ആൾക്കാരെയൊക്കെ നമ്മളിങ്ങനെ തൂക്കിക്കൊണ്ട് നടക്കുന്ന കാലഘട്ടത്തിൽ 350ഓളം രചനകൾ രചിച്ചിട്ടുള്ള ഒരു കലാകാരിയെ, അതുകൂടാതെ തന്നെ 40-ഓ 50-ൽ പരം ആൽബങ്ങൾ ചെയ്തിട്ടുള്ളൊരു കലാകാരിയെ, എത്രയോ വേദികളിൽ കൈകാര്യങ്ങൾ ചെയ്യുന്ന ഒരു കലാകാരിയെ കേരളം മറക്കരുത് എന്ന് മാത്രമാണ് എൻ്റെ മലയാളി പ്രേക്ഷകരോട് പറയാനുള്ളത്. ചേച്ചി, എന്താണ് കേരളത്തിൻ്റെ കലാകാരന്മാരോട്, പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്? നമുക്കിപ്പം ഞാനിപ്പോൾ രചന ഒരുപാട് ശ്രദ്ധേയമായ കുറേ ഗാനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇപ്പം ചേലുള്ളോള് വിനോദ് ഗോവർ സാർ പാടി അഭിനയിച്ച ഒരു ചേലുള്ളോള്, കാണാനെന്തൊരു ചേല്, കാട്ടുകറുമ്പിപ്പെണ്ണ്, അങ്ങനെ. അതുപോലെ തിറയാട്ടക്കാവ്, കാളിയമ്മ, അതൊക്കെ ഭയങ്കര പാട്ടാണ്. നാടൻ പാട്ടുകളെല്ലാം ഇതൊക്കെ അതിൽ പാറയമടയിലെ ഞണ്ട് ട്രൈബൽ സോങ്ങിലൂടെയാണ് ഞാൻ അറിയപ്പെട്ടത്. അതിൽ പാറയമടയിലെ നണ്ടു, ഈ പാട്ടൊക്കെ എന്ന് പറഞ്ഞാൽ വേദികളിൽ നാടൻ പാട്ടുകാർ പാടുന്ന പാട്ടുകളാണ്. പക്ഷേ ഈ പാട്ട് ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗാനരചന, സംഗീത സംവിധാനം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് രചനയും സംഗീത സംവിധാനം ചെയ്ത ആൾക്കാരൊന്നും ആരും അറിയില്ല. പാട്ടുകാരെയാണല്ലോ തീർച്ചയായിട്ടും അങ്ങനെയാണ്. അപ്പൊ എഴുത്തുകാരുടെ ഒരു കൂട്ടായ്മ, അങ്ങനെ അവർക്കൊരു വേദി അതുണ്ടാകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അതേപോലെ താഴെത്തട്ടിലുള്ള ഒരു നാട്ടുമ്പുറത്തുകാരിയാണ് സുജിത ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന കലാകാരി. എന്നിട്ടും ഇത്രത്തോളം ആൽബങ്ങളും രചനയൊക്കെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കേരളത്തിൽ അങ്ങനെ ഒരു രചന ചെയ്തിട്ടുള്ളത് ആറുമുഖൻ വെങ്കിടങ്ങ് സാർ മാത്രമേ ഉള്ളൂ. കാരണം എത്രയോ
500-ൽ പരം മുകളിലേക്ക് ഗാനം രചിച്ചിട്ടുള്ള ഒരു മഹാനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരു ചേച്ചി വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. അങ്ങനെ ഒരു കൂടുതൽ ഗാനം എഴുതിയിട്ടുള്ള ആൾക്കാർ വേറെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ സംശയമാട്ടെ. എൻ്റെ ഒരു പരിചയത്തിൽ എനിക്ക് ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കാം. എന്നാലും ഇങ്ങനെ പാട്ടുകൾ കൂടുതൽ 500-ൽ പരം എഴുതിയിട്ടുള്ള ആറുമുഖൻ വെങ്കടങ്ങ്, അതിൻ്റെ 2ാം സ്ഥാനത്തിലേക്ക് സുജിത ഉണ്ണികൃഷ്ണൻ വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ചേച്ചി ഇനിയും കലാരംഗത്ത് കൂടുതൽ അവസരങ്ങൾ കിട്ടട്ടെ. എൻ്റെ കേരളത്തിലുള്ള മുഴുവൻ പ്രേക്ഷകരും സുജിത ഉണ്ണികൃഷ്ണന് നല്ല നല്ല അവസരങ്ങൾ കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ എന്തായാലും അടുത്ത നമ്മൾ ഷൂട്ടിന് വരുമ്പോഴേക്ക് ഇനി എന്തായിരിക്കും അടുത്ത ആൽബം ഏതെങ്കിലും ഉണ്ടോ പുതിയത്? 4 എണ്ണം ഇറങ്ങാനുണ്ട്. ഇറങ്ങാൻ കിടക്കുന്നുണ്ട്. എന്തൊക്കെയാ പേരൊക്കെ ഒന്ന് പറയും കേൾക്കട്ടെ. അത് പേര് അറിയില്ല, തന്നിട്ടില്ല. നമ്മൾ ഒക്കെ കൊടുത്തിട്ടേ ഉള്ളൂ. കൊടുത്തു, പാട്ടുകൾ കൊടുത്തു, എല്ലാം എഡിറ്റിങ്ങും ഷൂട്ടിങ്ങും ഒക്കെ ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട്. 4 നല്ല നാടൻ പാട്ടുകളാണ്. അപ്പോൾ വളരെ സന്തോഷം ചേച്ചി, ഒരു 5 മിനിറ്റ് നേരം എൻ്റെ കൂടെ ഒരു 2 വാക്ക് സംസാരിക്കാൻ എനിക്കൊരു അവസരം തന്നതിന് താങ്ക് യു സോ മച്ച്. ബൈ രാജേഷ് ആലത്തൂർ.